വെള്ളിയാഴ്ച വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ മുത്തുമണിസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തളർവാദം പിടിച്ച പോലെയാണ് ഗൈസ്. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും. ഞങ്ങൾ എണീറ്റ് വന്ന പാടെ തന്നെ മമ്മിയും ആങ്ങളേക്ക് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വർക്കിന് പോകുവേ. അപ്പോൾ കുഞ്ഞാപ്പനാണെങ്കിൽ വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയാണെങ്കിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചായൻ്റെ അവിടെയാണെങ്കിൽ നമ്മൾ രാവിലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ചോറും കറിയുമാണ്. അപ്പോൾ കുഞ്ഞാപ്പനാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കും അവിടെ 2 നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ പള്ളിയിൽ പോകണം. നമ്മുടെ ഔസിപിതാവിൻ്റെ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച കൊടിയേറിയതാണ്. അപ്പോൾ എനിക്ക് ബുധനാഴ്ച വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചത്തെ ക്ലാസ്സും കഴിഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പുലി നമ്മളവിടെ കൊച്ചു ടി വി ഇരുന്ന് കാണുവാനിട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയണത്. നമ്മുടെ സൈഡിലാണ് ഈ ഒരു പുഴ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല കാറ്റൊക്കെ കിട്ടി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നലെ രാത്രിയും ഡാഡി വർക്കും കഴിഞ്ഞ് വന്നപ്പോഴേക്കും മാംഗോ ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് കുഞ്ഞാപ്പുലി നമ്മൾ ഇരിക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പാക്കറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നൂഡിൽസ് കൊടുത്തപ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് ഒരു മാംഗോ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെ ആണെങ്കിൽ എനിക്ക് ചോറിനോട് അത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. ഇച്ചായൻ്റെ അവിടെ ആണെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇവിടെ ആണെങ്കിൽ ചോറാണ്. അങ്ങനെ ഡാഡി ആണെങ്കിൽ വേഗം പോയിട്ട് നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം നൂഡിൽസൊക്കെ ശരിയാക്കി ഒരു മുട്ടയൊക്കെ ഇട്ട് വേഗം ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് കഴിക്കുവാണേ. അപ്പോൾ അതിൻ്റെ കൂടെ മാംഗോ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇട്ടത് കൊണ്ടിട്ട് നമ്മുടെ കുഞ്ഞാപ്പനും ലിയാമ്മൾക്കും കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ.